ഹലോ. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് എത്തി. ഒന്ന് കിടന്നൊക്കെ എണീറ്റ് വൈകുന്നേരം ആയപ്പോൾ അമ്മ ഒരു തെങ്ങിൻ്റെ ഓലയൊക്കെ പൊട്ടിച്ച് അതിന് മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറേ ബക്കറ്റ് വെള്ളങ്ങൾ അടച്ചു വെക്കാണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നായയോ വല്ലതൊക്കെ വന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അടച്ചു വെക്കാനായിട്ടായിരുന്നു. അപ്പോഴേക്കും ഞാനിവിടെ ചായ വെച്ചു. മോനേട്ടന് പാൽ വെള്ളമാണോ, എനിക്കും അമ്മയ്ക്കും ചായ. പിന്നെ പൊന്നൂസ് ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. അപ്പോൾ അവൾക്കായിട്ട് ഒരു ബൂസ്റ്റ് എടുത്തു. പിന്നെ ഇങ്ങനെയുള്ള ഈ ഓല മെടയിലൊക്കെ ഇപ്പോഴും ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ളതൊക്കെ? പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വേനൽക്കാലത്ത് നമ്മൾ പന്തൽ പോലെയൊക്കെ നമ്മൾ ഈ ഓല വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വേലിൻ്റെ സൈഡിൽ വേലിക്ക് പകരം ഇങ്ങനെ അതൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഇതുകൊണ്ട് തന്നെ വീടേ ചെയ്യാറുണ്ട് അല്ലേ, ഓല മേഞ്ഞ വീട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞങ്ങളെന്തായാലും ഇപ്പോഴും വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ ഓലയൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും പൊന്നൂസും മോനേട്ടനും കൂടി ഞങ്ങളിവിടെ ഹാളിൽ തന്നെ ഇരുന്ന് ചായ കുടിച്ചു. മോനേട്ടൻ അവിടേക്ക് വരാൻ പറ്റില്ലല്ലോ പുറത്തേക്കൊന്നും, അത് കാരണം പിന്നെ അമ്മ അവിടെ അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഓല മെടഞ്ഞുകൊണ്ട് തന്നെ ചായ കുടിച്ചു. അതിനുശേഷം പൊന്നൂസിൻ്റെ തലയൊക്കെ ദാകെ ജട പിടിച്ചു. ഞാനിപ്പോൾ നോക്കാറേ ഇല്ലല്ലോ, അപ്പോൾ അമ്മ അതൊക്കെ നോക്കി വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇന്ന് രാത്രിക്ക് നമ്മൾ ചെറുപയർ കഞ്ഞി മതി എന്ന് പറഞ്ഞു മോനേട്ടന്. അപ്പോൾ അത് ചെറുപയർ കഞ്ഞി വെക്കുകയാണ്. സാധാരണ കുക്കറിൽ വെക്കും, പക്ഷേ വിറകടുപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെച്ചത്. പിന്നെ പൊന്നൂസ് മുറ്റമൊക്കെ അടിച്ച് വാരി അങ്ങനെ ഇവിടെ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരിയും ചെറുപയറും കൂടിയിട്ടുള്ള ചെറുപയർ കഞ്ഞിയാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നാളേക്കുള്ള അരിമാവൊക്കെ അരച്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പണികളായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒരുങ്ങിയിട്ട് വേണം മോനേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ അതുവരെ പൊന്നൂസ് നോക്കിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താ മോനേട്ടന് കുറച്ച് ഹോം വർക്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വെക്കാനൊന്നും കിട്ടില്ല, ഒരുപാട് സമയം എടുത്താൽ മാത്രമേ ഒരെണ്ണമൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് കഴിയുള്ളൂ. എന്നാലും വിടില്ല, പൊന്നൂസ് ഞാനും അടുത്തിരുന്ന് ഞങ്ങളതെങ്ങനെ ചെയ്യിപ്പിക്കും. അതിന് ശേഷം ഞാൻ കുമ്പിൾ പൊട്ടിച്ചാണ് കേട്ടോ, കുമ്പിൾ കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയാക്കി മോനേട്ടന് കുമ്പിൾ കൊണ്ട് തന്നെ ചെറുപയർ കഞ്ഞി കോരി കൊടുത്തു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.